ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാഹനങ്ങളുടെ ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്വിഫ്റ്റാണ്. ഒരു 1.5 വർഷം പഴക്കമായ ഒരു സ്വിഫ്റ്റിനെ കുറിച്ചാണ്. ആ വാഹനം ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടോ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമായിട്ട് തന്നെ മുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടിൽ 2 എയർ ബാഗും പുറത്തേക്ക് വന്നു. ഫ്രണ്ടേജ് മൊത്തം പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ നോർമലായിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്ന് പറഞ്ഞ് ഷോപ്പിലേക്ക് വന്നു, വർക്ക്ഷോപ്പിലേക്ക് വന്നു, ഒറിജിനൽ ഡോക്യുമെൻ്റ് എല്ലാം തന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 1 വർഷത്തിനാണ് ഫുൾ കവർ ഉള്ളത്, ബാക്കി 2 വർഷം തേർഡ് പാർട്ടിയിലാണ് ഇൻഷുറൻസ് കിടക്കുന്നത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ 3 വർഷത്തിന്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നാണ് കസ്റ്റമർ പറയുന്നത്. ആദ്യം ഒന്ന് നമ്മൾക്ക് ആ വാഹനത്തിന്റെ വീഡിയോ ഒന്ന് കാണാം. ഇതാണ് കേട്ടോ ആ വാഹനം. 2023 വാഹനമാണ്. 1.5 വർഷം പഴക്കമുള്ളൂ. ഫ്രണ്ടേജ് തട്ടി അതിൻ്റെ റേഡിയേറ്റർ, കണ്ടൻസർ, AC-യുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാതും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എൻജിൻ മൊത്തം ഉള്ളിലേക്ക് നീങ്ങിയിട്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് 2 ഹെഡ്ലൈറ്റ് മാറ്റണം, ബമ്പർ മാറ്റണം, ഇതെല്ലാം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്തോ ആളപായം ഇല്ല കേട്ടോ. ഫ്രണ്ടേജ് ഇങ്ങനെ ഇടിച്ചതോട് കൂടിയിട്ട് വണ്ടി അവിടെ നിന്നു. 2 എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്, ഡ്രൈവർ സൈഡും പൊട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് പാസഞ്ചർ സൈഡ് ലെഫ്റ്റ് സൈഡിലെയും എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നിലവിൽ കംപ്ലൈൻറ്റ്. ഒരു പുതിയ കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻഷുറൻസ് ആണ്. അതായത് ഏത് ഇൻഷുറൻസ് ആയാലും കാറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 3 വർഷത്തിൻ്റെ ഇൻഷുറൻസ് ആണ് ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി തരിക. അതിൽ 1 വർഷമാണ് നമ്മൾക്ക് ബമ്പർ ടു ബമ്പർ അഥവാ ഫുൾ കവർ ഇൻഷുറൻസ് തരിക. ബാക്കി 2 വർഷം നമ്മൾക്ക് തേർഡ് പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ 1 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പുതുക്കേണ്ടതാണ്. അത് ഏത് ഇൻഷുറൻസോ ആയിക്കോട്ടെ, ഇൻഷുറൻസ് നമ്മൾ ബമ്പർ ടു ബമ്പറോ ഇല്ലെങ്കിൽ ഫുൾ കവറോ ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് പുതുക്കിയാൽ മാത്രമേ നമ്മൾക്ക് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ അനുവാദമുള്ളൂ, ക്ലെയിം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ക്ലെയിം കിട്ടില്ല. ഇതേപോലെ നമുക്ക് വേറൊരു വാഹനം പരിചയപ്പെടാം കേട്ടോ. ഈ വാഹനത്തിന് ബാക്ക് ബമ്പർ മാറ്റണം, അതിൻ്റെ ടൈലാമ്പ് മാറ്റണം കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടേജിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോണറ്റ് മാറ്റേണ്ട ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. അതേപോലെ എൻ്റെ ഹെഡ്ലൈറ്റും മാറ്റണം. ഏകദേശം ഒരു 10-70,000 രൂപ ഇതിനും ചിലവ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു 2021 വെഹിക്കിളാണ്. ഈ വെഹിക്കിൾ ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷുറൻസിനായിട്ട് കൊടുത്തപ്പോൾ ഇതും ഇൻഷുറൻസ് കിട്ടിയില്ല. ബമ്പർ ടു ബമ്പറാണ് ഇൻഷുറൻസ്. എന്നിട്ടും എന്താ ഇൻഷുറൻസ് കിട്ടാത്തതിൻ്റെ കാരണം ഞങ്ങൾക്കറിയോ? ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ച ആ ഓണറിൻ്റെ പേരിലാണ് RC ബുക്ക് കിടക്കുന്നത്. പഴയ ഓണറിൻ്റെ പേരിലാണ് ഇതിൻ്റെ ഇൻഷുറൻസും കിടക്കുന്നത്. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിച്ചു തന്നെ ഇരിക്കട്ടെ. നമ്മൾ RC ചേഞ്ച് ചെയ്യാൻ കൊടുത്തു, ഇൻഷുറൻസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല എന്നിരിക്കട്ടെ. ഏകദേശം ഇൻഷുറൻസ് കമ്പനി ഒരു കാലാവധി തന്നിട്ടുണ്ട്. അതായത് RC ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു 14 ദിവസത്തിനകമാണ് നമുക്ക് ഈ വാഹനം ആക്സിഡന്റ് ആവുന്നതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറഡായിട്ട് നമുക്ക് കിട്ടും. 14 ദിവസത്തിന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ, അതായത് 15ാമത്തെ ദിവസത്തിന് മുതൽ നമ്മൾക്ക് ഇൻഷുറൻസ് കവറഡ് ആവില്ല ചെയ്യും. നമ്മൾ RC ചേഞ്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടുകൂടി തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു RCയുടെ പർട്ടിക്കുലർ വാങ്ങിച്ച് ഇൻഷുറൻസ് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് നമ്മുടെ പേർക്ക് ഇൻഷുറൻസ് ആക്കണം. അതിന് ചെറിയൊരു ചലാന അടച്ചാൽ മതിയാവും കേട്ടോ. നമ്മൾ ഏത് വാഹനമോ ആയിക്കോട്ടെ ഉപയോഗിക്കുന്നത്, നമ്മൾ ഇൻഷുറൻസിന്റെ കാര്യം വൃത്തിയായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിളിനൊന്നും കിട്ടില്ല. അതേസമയം നമ്മളുടെ മുഖേന ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് 1 രൂപ കിട്ടില്ല. നമ്മൾ ആ ക്യാഷ് എടുത്ത് കൊടുക്കേണ്ടി വരും ആ അപകടപ്പെട്ട ആൾക്കാർക്ക്. അപ്പോൾ ഇൻഷുറൻസ് വളരെ വൃത്തിയായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ ബൈക്കാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 5 വർഷത്തേക്കാണ് ഇൻഷുറൻസ് കിട്ടുക. അതിൽ 1 വർഷമാണ് നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ആയിട്ട് കിട്ടുക. ബാക്കി 4 വർഷം നമുക്ക് തേർഡ് പാർട്ടിക്കാണ് ഇൻഷുറൻസ് കിട്ടുക കേട്ടോ. പിന്നെ നമ്മൾ ഫുൾ കവർ വേണമെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഫുൾ കവറായിട്ട് ഇൻഷുറൻസ് ചെയ്യേണ്ടതാണ്.
അതേപോലെ തന്നെ കാറ്, നമ്മളൊരു പുതിയ കാറ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ 3 വർഷത്തേക്കാണ് നമുക്ക് ഇൻഷുറൻസ് തരിക. അതിൽ 1 വർഷത്തേക്കാണ് ഫുൾ കവർ ഇൻഷുറൻസ്, അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തരിക. ബാക്കി 2 വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാമത്തെ വർഷം മുതൽ നമ്മൾ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ടാക്സി പർപ്പസ് ഓടിക്കുന്ന വാഹനങ്ങൾക്ക് വർഷമാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അവർ പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് 1 വർഷത്തേക്കാണ് ഇൻഷുറൻസ് കൊടുക്കുക. അവരും അതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം പുതുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം.